തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് മരുന്നുകൾ മോഷ്ടിക്കപ്പെട്ടതിൽ അധികൃതർക്ക് ഗുരുതര വീഴ്ച. മാനസിക പ്രശ്നങ്ങൾക്കും അപസ്മാരത്തിനും നൽകുന്ന ഇഞ്ചക്ഷൻ മരുന്നുകളാണ് കാണാതായത്. മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ലഹരിയായി ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളാണ്. മോഷണം നടന്ന 4 ദിവസമായിട്ടും പോലീസിന് കേസെടുക്കാനായിട്ടില്ല. ആശുപത്രി അധികൃതർ മൊഴി നൽകാത്തതും CCTV ഇല്ലാത്തതുമാണ് പ്രതിസന്ധിക്ക് കാരണം. ഫസ്റ്റ് ഓൺ ന്യൂസ് മലയാളം വിവരങ്ങളുമായി സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. സനിസ, വലിയൊരു അനാസ്ഥ അവിടെ സംഭവിച്ചിരിക്കുന്നു. മരുന്നുകൾ മോഷണം പോയിരിക്കുന്നു. ഗൗരവതരമായ ഒരു കാര്യമാണ്. അത്ര ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് അത്. പക്ഷെ അതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ വിശദാംശങ്ങൾ പറയൂ. കഴിഞ്ഞ 17-നാണ് രാത്രിയോടെ ഇത്തരത്തിൽ നഴ്സിംഗ് സ്റ്റേഷനിലെ 14-ാം വാർഡിലെ നഴ്സിംഗ് സ്റ്റേഷനിലെ സ്റ്റോറിൽ സൂക്ഷിച്ചിരുന്ന നർക്കോട്ടിക് പരിധിയിൽ വരുന്ന അപസ്മാരത്തിനും അതുപോലെ തന്നെ മാനസിക പ്രശ്നങ്ങൾക്കും നൽകുന്ന ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള മരുന്നുകൾ കാണാതായത്. 6ഉം 7ഉം എണ്ണം വീതം വെച്ച് കാണാതായത്. അതും ലോക്കർ പൊട്ടി തുറന്ന നിലയിലായിരുന്നു കണ്ടത്. ആ ഒരു സാഹചര്യത്തിൽ അന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ ആശുപത്രി അധികൃതർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രി അധികൃതർ പരാതി നൽകിയതാണ്. എന്നാൽ ഇതുവരെ മൊഴി നൽകാൻ വേണ്ടി ആശുപത്രിയിൽ നിന്ന് ആരും പോയിട്ടില്ല. കാരണം ഈ 14-ാം വാർഡിൽ ആരായിരുന്നു ആ സമയത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നത്, ആർക്കായിരുന്നു ഇതിന്റെ ചുമതല, ഇത്തരം വിവരങ്ങൾ ലഭിച്ചാൽ മാത്രമേ പോലീസിന് കേസെടുക്കാൻ കഴിയൂ. കൂടാതെ തന്നെ 14-ാം വാർഡിലെ CCTV ദൃശ്യങ്ങളും ലഭ്യമല്ലാത്ത ഒരു സാഹചര്യമാണ്. കൂടാതെ തന്നെ പോലീസിന് സംശയം ഇത്തരത്തിൽ ഈ മരുന്നുകൾ ലഹരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതിന്റെ ഡോസേജ് എന്താണ് എന്നിവയൊക്കെ അറിയണമെങ്കിൽ നേരെ തലച്ചോറിലേക്ക് ചെല്ലുന്ന മരുന്നുകളാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ അത് ആശുപത്രിക്കുള്ളിൽ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ അറിവുള്ള ഒരാൾ തന്നെ ആയിരിക്കുമെന്ന സംശയമാണ് പോലീസിനുള്ളത്. പക്ഷേ പോലീസിന് കേസെടുത്ത് അന്വേഷണം കൂടുതൽ ഊർജിതമാക്കണമെങ്കിൽ ആശുപത്രി അധികൃതരിൽ നിന്നും മൊഴി ലഭിക്കണം. ആർക്കായിരുന്നു ഇതിന്റെ സുരക്ഷാ ചുമതല, ആരായിരുന്നു ഇത് ശ്രദ്ധിക്കേണ്ടിയിരുന്നത്, ഈ ലോക്കറിന്റെ ചുമതല ആർക്കായിരുന്നു, ഈ മരുന്നിന്റെ ചുമതല ആർക്കായിരുന്നു എന്നതൊക്കെ അറിയേണ്ടതായിട്ടുണ്ട് പോലീസിന്. കൂടാതെ തന്നെ അതീവ വലിയ തരത്തിലുള്ള ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുണ്ടായിട്ടുള്ളത്. നർക്കോട്ടിക് പരിധിയിൽ വരുന്ന ഇത്തരം മരുന്നുകളെ വലിയ രീതിയിൽ ഡബിൾ ലോക്കർ സംവിധാനത്തിൽ സൂക്ഷിക്കണമെന്നാണ് പൊതുവെ ഈ മെഡിക്കൽ പ്രോട്ടോകോൾ പ്രകാരം പറയുന്നത്. എന്നാൽ ഇവിടെ ആ മരുന്നുകൾ തന്നെ കാണാതായ ഒരു മോഷ്ടിക്കപ്പെട്ട ഒരു സാഹചര്യം, അതും ലോക്കർ തുറന്ന് മോഷ്ടിക്കപ്പെട്ട ഒരു വാർഡിൽ നിന്ന് 14-ാം വാർഡിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട സാഹചര്യം ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു. എന്നാൽ 4 ദിവസമായിട്ടും ആശുപത്രിയിൽ നിന്ന് മൊഴി നൽകാൻ ആരും എത്തിയില്ല. അതുകൊണ്ട് കേസെടുക്കാൻ കഴിയാതെ നിന്ന ഒരു സാഹചര്യം. മന്ത്രി തന്നെ നേരിട്ട് പെട്ടെന്ന് തന്നെ ഈ അന്വേഷണം നടത്തി ഈ കുറ്റക്കാർക്കെതിരെ നടപടി എടുക്കണമെന്ന് പറഞ്ഞ സാഹചര്യത്തിൽ പോലും ഇപ്പോഴും കേസെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം ഇങ്ങനെ മുരടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്തരത്തിൽ നർക്കോട്ടിക് പരിധിയിലുള്ള മരുന്നുകൾ കാണാതായിട്ട് അത് എവിടെ പോയി എന്നതിൽ ഒരു ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ അത് വലിയ തരത്തിലുള്ള അനാസ്ഥയാണ്. കാരണം ഇത് ലഹരിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളാണ്. അത് ആരിലേക്കൊക്കെ എത്തി എന്നതൊക്കെ അതീവ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, സാധാരണ ഒരാൾ ഇത് ഉപയോഗിച്ചാൽ അതിൽ അഡിക്ഷൻ ഉണ്ടാകും. എങ്ങനെയാണോ ഒരു ലഹരി ഒരാളിൽ പ്രവർത്തിക്കുക, അതുപോലെ തന്നെയാണ് ഈ മരുന്ന് ആ രോഗമില്ലാത്ത വ്യക്തി അതും ഹൈ ഡോസേജ് ആയിട്ടൊക്കെ എടുത്താൽ ഉണ്ടാകുക. അത്രയും ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം സംഭവിച്ചു. എന്നാൽ ഇവിടെ ഇതാ മൊഴി നൽകാനൊന്നും ആശുപത്രി അധികൃതർ പോകാത്ത ഒരു സംഭവമാണ്. പോലീസിന് കേസെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. ഷാമിലി, വ്യക്തമാണ്. സനിസ ശോഭാചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 4 ദിവസമായി ചില മരുന്നുകൾ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ കേസെടുക്കാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. അതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് മാനസിക പ്രശ്നങ്ങൾക്കും അപസ്മാരത്തിനും അടക്കം നൽകുന്ന ഇഞ്ചക്ഷൻ മരുന്നുകളാണ് കാണാതായത്. ഈ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ലഹരിയായി ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകൾ കൂടിയാണ് എന്നുള്ളത് ഈ സാഹചര്യത്തെ കൂടുതൽ ഗൗരവതരമാക്കുന്നു. മോഷണം നടന്ന് 4 ദിവസമായിട്ടും പോലീസിന് കേസെടുക്കാനായിട്ടില്ല. അതിന് കാരണം ആശുപത്രി അധികൃതർ മൊഴി നൽകാൻ എത്തിയിട്ടില്ല. CCTV ഇല്ലാത്തതുമാണ് അതിൻ്റെ പ്രതിസന്ധി കാരണം. ഏതായാലും മന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് പോലും മൊഴി നൽകാനോ അവിടെ ആരും എത്തിയിട്ടുമില്ല. CCTV ഇല്ലാതാനും പോലീസിന് കേസെടുക്കാനായിട്ടുമില്ല. ഫസ്റ്റ് ഓൺ ന്യൂസ് മലയാളം ആദ്യമായി ഈ വാർത്ത പുറത്തുവിടുന്നു. സനിസയാണ് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്.